ഹലോ നമസ്കാരം കൂട്ടുകാരെ, GK PYQവിൻ്റെ സീരീസിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ ഇതാണ്: പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വം എന്ന് കേട്ടാൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരിക്കും? അപ്പോൾ ജവഹർലാൽ നെഹ്റു ആയിരിക്കും. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തെ തുടർന്ന് ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വം. ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തെ തുടർന്ന് ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വം. ചൈനയുടെയും ഇന്ത്യയുടെയും ടിബറ്റ് പ്രദേശം തമ്മിലുള്ള വ്യാപാരവും ബന്ധവും സംബന്ധിച്ച ഒരു കരാറാണ് പഞ്ചശീല തത്വം. ചൈനയുടെയും ഇന്ത്യയുടെയും ടിബറ്റ് പ്രദേശം തമ്മിലുള്ള വ്യാപാരവും ബന്ധവും സംബന്ധിച്ച ഒരു കരാറാണ് പഞ്ചശീല തത്വം. 5 മാർഗനിർദ്ദേശക തത്വങ്ങൾ പാലിക്കണമെന്നാണ് പഞ്ചശീല തത്വത്തിൽ പ്രതിപാദിക്കുന്നത്. 5 മാർഗനിർദ്ദേശക തത്വങ്ങൾ പാലിക്കണമെന്നാണ് പഞ്ചശീല തത്വത്തിൽ പ്രതിപാദിക്കുന്നത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954 ഏപ്രിൽ 29-നാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954 ഏപ്രിൽ 29. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രസിഡന്റ് ചൗ എൻ ലായും ചേർന്നാണ് പഞ്ചശീല തത്വം ഒപ്പുവെച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രസിഡന്റ് ചൗ എൻ ലായും ചേർന്നാണ് പഞ്ചശീല തത്വം ഒപ്പുവെച്ചത്. പഞ്ചശീല കരാർ പ്രകാരം ചൈനയോട് മറ്റു രാജ്യങ്ങളോടും ഇന്ത്യയുടെ സമീപനം എന്താണ്? നോക്കാം. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതെയിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതെയിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇതാണ് പഞ്ചശീല തത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് പഞ്ചശീല തത്വം? രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതെയിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷനായ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷനായ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഏതാണ് വർഷം? NDC നിലവിൽ വന്നത് 1952-ലാണ്. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യനെന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസെന്റ് ചർച്ചിലാണ്. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യനെന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസെന്റ് ചർച്ചിൽ. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്ത് എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്ത് എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഇതൊരു കോട്ടാണല്ലോ, ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത പോയിന്റ് നോക്കാം. നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ രണ്ടാമതായി പങ്കെടുക്കപ്പെട്ട നേതാവാണ് നെഹ്റു. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ രണ്ടാമതായി പങ്കെടുക്കപ്പെട്ട വ്യക്തി നെഹ്റുവും ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിനോബാ ഭാവെയാണ്. ആരാണ്? വിനോബാ ഭാവെ. ഓക്കെ, വ്യക്തി സത്യാഗ്രഹത്തിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? വിനോബാ ഭാവെയായിരുന്നു. രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ടത് നെഹ്റുവാണ്. ഓക്കെ, തിരിഞ്ഞു പോകരുത്. ഓക്കെ, ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തെ തുടർന്ന് ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വം. ചൈനയുടെയും ഇന്ത്യയുടെയും ടിബറ്റ് പ്രദേശം തമ്മിലുള്ള വ്യാപാര ബന്ധവും സംബന്ധിച്ച കരാറാണ് പഞ്ചശീല തത്വം. 5 മാർഗനിർദ്ദേശ തത്വങ്ങൾ പാലിക്കണമെന്നാണ് പഞ്ചശീല തത്വത്തിൽ പ്രതിപാദിക്കുന്നത്. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് 1954 ഏപ്രിൽ 29.
ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രസിഡന്റ് ചൗ എൻ ലായും ചേർന്നാണ് പഞ്ചശീല തത്വം ഒപ്പുവെച്ചത്. പഞ്ചശീല തത്വ കരാർ എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ കരാറാണ് നോക്കാം. കരാറിൽ എന്തൊക്കെയാണ് പ്രതിപാദിക്കുന്നത്? രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതെ ഇരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. NDC അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷനായ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. NDC നിലവിൽ വന്നത് 1952 ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യനെന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസെന്റ് ചർച്ചിലാണ്. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നെഹ്റു. എന്നാൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിനോബാ ഭാവെയാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിതയാണ് ഇന്ദിരാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിതയാണ് ഇന്ദിരാഗാന്ധി. 1971 ബംഗ്ലാദേശ് രൂപീകരണ സമയത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 1971 ബംഗ്ലാദേശ് രൂപീകരണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. 1972 സിംല കരാർ ഒപ്പുവെച്ചത് ഇന്ദിരാഗാന്ധിയാണ്. 1972 സിംല കരാർ ഒപ്പുവെച്ചത് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നു. ദേശീയോദ്ഗ്രഥന ദിനം ആരുടെ ജന്മദിനമാണ്? ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം. എന്നാണ്? നവംബർ 19. ചരമദിനം ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമാണ് ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനം. ദേശീയ പുനരർപ്പണ ദിനം ഏതാണ്? ചരമദിനമാണ്. ഒക്ടോബർ 31. ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷനാണ് താക്കർ കമ്മീഷൻ. ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷൻ താക്കർ കമ്മീഷൻ. ഒളിമ്പിക് ഓർഡർ ലഭിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഒളിമ്പിക് ഓർഡർ ലഭിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അവരുടെ പുസ്തകങ്ങളാണ് മൈ ട്രൂത്ത്, എൻറ്റേണൽ ഇന്ത്യ എന്നിവ. എൻറ്റേണൽ ഇന്ത്യ അതുപോലെ മൈ ട്രൂത്ത് എന്നിവ ഇന്ദിരാഗാന്ധിയുടെ പ്രധാന പുസ്തകങ്ങളാണ്. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയാണ് മൊറാർജി ദേശായി. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ധനകാര്യമന്ത്രി മൊറാർജി ദേശായി. പാർലമെന്റിന് പുറത്തുവെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. പിന്നോക്ക സമുദായ സംവരണത്തിനായി മണ്ഡൽ കമ്മീഷനെ നിയോഗിച്ച പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. പാർലമെന്റിന് പുറത്തുവെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. പിന്നോക്ക സമുദായ സംവരണത്തിനായി മണ്ഡൽ കമ്മീഷനെ നിയോഗിച്ച പ്രധാനമന്ത്രി മൊറാർജി ദേശായി. മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അഭയ്ഘട്ട്. ഏതാണ്? അഭയ്ഘട്ട്. ബുക്സ് ഏതൊക്കെയാണ്? ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നത് മൊറാർജി ദേശായിയുടെ പുസ്തകമാണ്. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് രാജീവ് ഗാന്ധിയാണ്. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് രാജീവ് ഗാന്ധി. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയ ശേഷം പ്രതിപക്ഷ നേതാവായ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. പ്രധാനമന്ത്രി ആയ ശേഷം പ്രതിപക്ഷ നേതാവായ വ്യക്തി രാജീവ് ഗാന്ധി. കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയ സമയത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയ സമയത്തെ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. 1985 52 ഭേദഗതി പ്രകാരം വധിക്കപ്പെട്ട ആദ്യത്തെ ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാജീവ് ഗാന്ധി. വധിക്കപ്പെട്ട ആദ്യത്തെ ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി വധത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ നിയമിച്ച കമ്മിറ്റിയാണ് ജയന്റ് കമ്മിറ്റി. രാജീവ് ഗാന്ധി വധത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ നിയമിച്ച കമ്മിറ്റി ജയന്റ് കമ്മിറ്റി. രാജീവ് ഗാന്ധിയുടെ ചരമദിനം മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനം. രാജീവ് ഗാന്ധിയുടെ ചരമദിനം മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനം. രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വീർഭൂമി. അന്ത്യവിശ്രമ സ്ഥലം വീർഭൂമി. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഒന്നുകൂടെ റിവൈസ് ചെയ്യാം, നോക്കാം.
സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച വനിതയാണ് ഇന്ദിരാഗാന്ധി. 1971 ബംഗ്ലാദേശ് രൂപീകരണ സമയത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 1972 സിംല കരാർ ഒപ്പുവെച്ചത് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമാണ്. ചരമദിനം ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനമാണ്. ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷനാണ് താക്കർ കമ്മീഷൻ. ഒളിമ്പിക് ഓർഡർ ലഭിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയാണ് മൊറാർജി ദേശായി. പാർലമെന്റിന് പുറത്തുവെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. പിന്നോക്ക സമുദായ സംവരണത്തിനായി മണ്ഡൽ കമ്മീഷനെ നിയോഗിച്ച പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. അന്ത്യവിശ്രമ സ്ഥലം അഭയ്ഘട്ട്. ഇന്ത്യൻ വിവരസാങ്കേതിക വിദ്യയുടെ പിതാവ് രാജീവ് ഗാന്ധി. പ്രധാനമന്ത്രി ആയ ശേഷം പ്രതിപക്ഷ നേതാവായ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയ സമയത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. 1985 52 ഭേദഗതി പ്രകാരം വധിക്കപ്പെട്ട ആദ്യത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് രാജീവ് ഗാന്ധി. വധത്തിനു പിന്നാലെ ഗൂഢാലോചന അന്വേഷിക്കാൻ നിയമിച്ച കമ്മിറ്റിയാണ് ജയന്റ് കമ്മിറ്റി. അദ്ദേഹത്തിന്റെ ചരമദിനം മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനം. അന്ത്യവിശ്രമ സ്ഥലം വീർഭൂമി. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയി എന്ന് തന്നെ കരുതുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്